ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസണാണ് നോൺ മെറ്റൽസ്. നമ്മുടെ ടെക്സ്റ്റിലെ 6th ലെസണാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലെസണാണ്. കാരണം ഓൾറെഡി നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം എന്താണ് നോൺ മെറ്റൽസ് എന്നൊക്കെ ഉള്ളത് അല്ലേ. സോ ഓൾറെഡി വി ഹാവ് ലേൺഡ് ദാറ്റ് ഇസ് എലിമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എലിമെൻറ്റ്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ എലിമെൻറ്റ്സ് എന്താണെന്നൊക്കെ അറിയാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോ ഉണ്ട്, ബേസിക്സ് ഓഫ് കെമിസ്ട്രി. അതിൽ നോക്കി എന്താണ് എലിമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എലിമെൻറ്റ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പം എലിമെൻറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും മെറ്റലോയിഡ്സ് എന്നും. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഈ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് ദേ ഷോ ദ പ്രോപ്പർട്ടി ഓഫ് ബോത്ത് ദി മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റലോയിഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്ന രണ്ടുപേരെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയും. മെറ്റൽസ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് നോൺ മെറ്റൽസ് ആണ്. എന്താ പഠിക്കാൻ പോകുന്നത്? നോൺ മെറ്റൽസ്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് നോൺ മെറ്റൽസ് ഏതൊക്കെയാണ്? ഒന്ന്, കാർബൺ അറിയാലോ, നൈട്രജൻ, ഓക്സിജൻ, പിന്നെ നമ്മൾ കണ്ട ആർഗൺ, ഇതൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മെറ്റൽസ് ഏതാ, നോൺ മെറ്റൽസ് ഏതാ, മെറ്റലോയിഡ്സ് ഏതാണ്. ആ പേർപ്പിൾ കളറിൽ കാണിക്കുന്ന മെറ്റൽസ്, ഗ്രീൻ കളറിൽ കാണിക്കുന്നത് നോൺ മെറ്റൽസ് ആൻഡ് മിക്സ് ഉള്ളതാണ്, കളർ മിക്സ് ഉള്ളതാണ് മെറ്റലോയിഡ്സ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. ഡെയിലി ലൈഫിൽ പോലും നമ്മൾ നോൺ മെറ്റൽസിനുണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ശ്വാസം അല്ലേ, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ആ ബ്രീത്ത് ചെയ്യുന്ന എയർ എന്താ? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ എന്താ? ഇറ്റ്സ് എ നോൺ മെറ്റൽ. ഓക്സിജൻ എന്താണ്? നോൺ മെറ്റലാണ്. അപ്പം നമ്മൾ എവിടെ നോക്കിയാലും നോൺ മെറ്റൽസിനെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ക്, അതിൽ കാർബൺ ഉണ്ട്. കാർബൺ എന്താണ്? നോൺ മെറ്റലാണ്. അപ്പോൾ ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അതിലും കാർബൺ ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. ഈ നോൺ മെറ്റൽസ് ആയിട്ട് നമ്മളിപ്പോൾ പാർക്കിൽ ബീച്ചിലൊക്കെ പോയി വി ക്യാൻ സീ ദ ബലൂൺസ് അല്ലേ, നല്ല ഹൈറ്റിൽ ബലൂൺസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്ത് എഴുതിയിട്ടുണ്ടാവും? ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺസ് ആർ സെയിൽ ഹിയർ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫിൽ ചെയ്ത ബലൂൺസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ അവിടെ എന്താ ഫില്ല് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഹൈഡ്രജൻ എന്താ? ഇറ്റ്സ് എ നോൺ മെറ്റൽ. ഇപ്പം നമ്മളിങ്ങനെ ആകാശത്ത് പറക്കുന്ന വലിയ ബലൂൺസ് ഒക്കെ കാണുമ്പം അതിൽ ഹൈഡ്രജൻ ആണ് ഗ്യാസ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണ്? ഇറ്റ്സ് എ നോൺ മെറ്റൽ. ഇനി ഹോസ്പിറ്റൽസിലൊക്കെ കാണാം അല്ലേ, നമുക്ക് ശ്വാസം, അതായത് നമുക്ക് എക്സ്റ്റേണലായിട്ട് ഓക്സിജൻ തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ട്. അതിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? എന്താ യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ. ഇറ്റ്സ് എ നോൺ മെറ്റൽ. അങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് നോൺ മെറ്റൽസിനെ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ ടയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടയറിൽ എയർ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ടയറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? നൈട്രജൻ ഇസ് എ നോൺ മെറ്റൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിസ്റ്റ് കാണാം. എന്ത് കാണാം? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻറ്റ് ചെയ്ത ഈച്ച് ഗ്യാസസിൻ്റെ എമൗണ്ട് ഇൻ പെർസെൻറ്റേജ് കാണാം. അപ്പോൾ അതിൽ നോക്കി നോക്കൂ, വിച്ച് ഇസ് ദ മോസ്റ്റ് എബണ്ടൻറ്റ് എലിമെൻറ്റ് ഇൻ ദാറ്റ്. ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നോക്കി നോക്കൂ, ഗ്യാസിനാണ് ഹൈ പെർസെൻറ്റേജ് കാണുന്നത്. സോ നൈട്രജൻ ഇസ് ദ മോസ്റ്റ് എബണ്ടൻറ്റ് നമ്മൾ കാണുന്ന ഇറ്റ്സ് എ നോൺ മെറ്റൽ. അപ്പോൾ എന്താ? നൈട്രജൻ. അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് നമ്മുടെ നോൺ മെറ്റൽസിനെ കാണാം. ഇനി നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയും, ഫുഡ് കഴിച്ചാൽ നമുക്ക് നല്ല, അതായത് രാവിലെ റൈസ് കഴിക്കുക, അല്ലെങ്കിൽ അത് കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. ഈ കാർബോഹൈഡ്രേറ്റ് എന്താ? വി ക്യാൻ സീ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതായത് ഫുഡ്സ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. ഈ കാർബോഹൈഡ്രേറ്റിൽ എന്തൊക്കെ ഉണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ. 3 ആൾക്കാരും എന്താ? നോൺ മെറ്റലാണ്. ഇനി നമ്മൾ PVC എന്ന് കേട്ടിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞ ശരിക്കും നമ്മൾ പ്രോട്ടീൻസ് പറയാം. നമ്മൾ പറയില്ലേ, പാല് കുടിക്കും നല്ല പ്രോട്ടീൻസ് കിട്ടും, അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കൂ പ്രോട്ടീൻസ് കിട്ടും. ഈ പ്രോട്ടീൻ എന്താ? ഇറ്റ്സ് ഓൾസോ എ കോമ്പിനേഷൻ ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവരൊക്കെ ഉള്ളതാണ് എന്ത്? നമ്മുടെ പ്രോട്ടീൻസ്. അത് ഫാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബോഡിയിൽ ഫാറ്റും ആവശ്യമാണല്ലോ. ഈ ഫാറ്റ് എന്താ? കാർബൺ ആൻഡ് ഓക്സിജൻ ആണ് ഈ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നതൊക്കെ നോക്കി നോക്കി എലിമെൻറ്റ് വൈസ് എടുക്കുമ്പോൾ അവിടെയൊക്കെ നോൺ മെറ്റൽസ് ഉണ്ട്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ പ്ലാസ്റ്റിക്സ് ഉണ്ട്. PVC അല്ലേ, പോളിവിനൈൽ ക്ലോറൈഡ്, PVC. PVCൻ്റെ പൈപ്പ്സ് ഉണ്ട്. അതിലെന്താ ഉള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്,
പിന്നെ അതേപോലെ തന്നെ പോളിയെത്തീൻ, അതേപോലെ പി വി സിയിൽ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ഇസ് പ്രസൻറ്റ്, പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ ക്ലോറിൻ, ഇത് മൂന്നും എന്താണ്? നോൺ മെറ്റലാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന പോളിത്തീൻ ബാഗ്സ്, കവർ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന പോളിത്തീൻ ബാഗ്സ്, അതിലുമുണ്ട് കാർബണും ഹൈഡ്രജൻ. അപ്പോൾ എങ്ങനെ നോക്കിയാലും കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറച്ച് എന്താണ്? നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് സം ഓഫ് ദി നോൺ മെറ്റൽസ്, ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദെയർ യൂസസ്, അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കിയാൽ ഏതാണ് ഫസ്റ്റ് നോൺ മെറ്റൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന നോൺ മെറ്റലാണ് ഹൈഡ്രജൻ. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് എലിമെൻറ്റ് ഇസ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജൻ ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഇൻ മെനി കോമ്പൗണ്ട്സിൽ നമുക്കത് കാണാം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. നമ്മുടെ സൺ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് സണ്ണിലും സ്റ്റാർസിലൊക്കെ കാണുന്ന ഒരു മേജർ കോമ്പണൻ്റ് ആണ്. അവിടെ മാത്രമാണ് അല്ല. നമ്മുടെ വാട്ടർ എന്താ ഫോർമുല എന്താ അറിയാലോ? H2O. ഇവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ഇസ് പ്രസൻറ്റ് ഇൻ വാട്ടർ. ഇപ്പോൾ നമ്മൾ സണ്ണിൽ കാണുന്നുണ്ട്, സ്റ്റാർസിൽ കാണുന്നുണ്ട്, വാട്ടറിൽ കാണുന്നുണ്ട്. മെനി ബയോ സബ്സ്റ്റൻസ്, അതായത് ലിവിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ പലതരത്തിൽ പല കോമ്പൗണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ എന്തിനെ കാണുന്നുണ്ട്? ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് നോൺ മെറ്റൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാൻ പോകും. ഹൗ ഹൈഡ്രജൻ ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ലബോറട്ടറി. എങ്ങനെ ഹൈഡ്രജനെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കി നോക്കാം. സോ അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതിനിതാ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണും. എന്താ കാണുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മളൊരു 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 5 ml കുറച്ച് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl, അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിലേക്ക് ഞാൻ കുറച്ച് സിങ്കിൻ്റെ ഗ്രാന്യൂൾസ് ഇടുക. ഇതാണ് സിങ്ക് എന്നതിൻ്റെ ഗ്രാന്യൂൾസ് ഇട്ട്. സിങ്കിൻ്റെ ഗ്രാന്യൂൾസ് ഇട്ട സമയത്ത് എന്നിട്ട് അതിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് ഞാൻ സി ചെയ്ത ഡയഗ്രാം, ആ മൗത്തിൽ നമ്മളൊരു ബേണിംഗ് മാച്ച് സ്റ്റിക്സ് കൊണ്ടുവയ്ക്കുകയാണ്. നമ്മൾ കാണാം ആ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ആ ബേണിംഗ് മാച്ച് സ്റ്റിക്കിൻ്റെ കത്തിയിട്ട് അത് കെട്ടുപോയി ഒരു പോപ്പപ്പ് സൗണ്ട് ഇട്ടിട്ട് എന്നൊരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഐ തിങ്ക് യു ആൾ ഹാവ് വാച്ച് ദിസ് ഇൻ ലബോറട്ടറിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് അവിടെ ഉണ്ടാകുന്നത്? അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സിങ്ക് എടുക്കുകയാണ്, സിങ്കിലേക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുകയാണ്, അതിലേക്ക് കുറച്ച് സിങ്കിൻ്റെ ഗ്രാന്യൂൾസിന് ചെറിയ ചെറിയ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് നമ്മൾ ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് കൊണ്ടുവരാം. ആ സമയത്ത് എന്ത് പറ്റും? നമുക്ക് കാണാം ഈ ബേൺ ചെയ്യുന്ന മാച്ച് സ്റ്റിക്സ് അത് കെട്ടുപോയിട്ട് ഒരു പോപ്പ് സൗണ്ട് കേൾക്കും. വാട്ട്സ് ഹാപ്പനിങ് ദേ? സിമ്പിളാണ്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഏതൊരു മെറ്റലും, അതായത് ഓൾമോസ്റ്റ് ഓൾ ദ മെറ്റൽസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് ദ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഇത് മനസ്സിൽ ഉറപ്പിക്കണം. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അതായത് മെറ്റൽസ് റിയാക്ട് വിത്ത്, എല്ലാ മെറ്റൽസിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. മെറ്റൽസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. നമുക്ക് എന്താ വേണ്ടത്? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തോ? അതായത് HCl പ്ലസ് സിങ്ക്. ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. നമുക്ക് വേണ്ട ആൾക്കാരെ കിട്ടിയല്ലോ. ഇതാ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇവിടെ എന്തിനാ അപ്പം ഞാൻ 2 ഒക്കെ ഇട്ട്? ഇത് ബാലൻസിങ് ദ ഇക്വേഷൻ ആണ്. ഇവിടെ ഞാൻ ബാലൻസിങ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ബാലൻസിങ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയാം, സിങ്ക് പ്ലസ് HCl ഗിവ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. സിങ്ക് ക്ലോറൈഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ZnCl2 ആണ്. 2 പിന്നെ ഹൈഡ്രജൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. ഹൈഡ്രജൻ എപ്പോഴും H2 ആയിട്ടേ നിൽക്കുള്ളൂ. അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബാലൻസി ഒക്കെ പഠിക്കുന്ന സമയത്ത്. സോ H2 ആൻഡ് ZnCl2. അപ്പോൾ ഇവിടെ 2 ക്ലോറിൻ ഉള്ളത് കൊണ്ട് ഈ ക്ലോറിനെ ബാലൻസ് ചെയ്യാൻ 2 ഇടും. ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഈ 2 ഇതിന് രണ്ടാൾക്കും കോമൺ ആണ്. ബാലൻസിങ് അറിയാത്തവർ വാച്ച് ദാറ്റ് വീഡിയോ. അപ്പോൾ എന്താ നടക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് വിത്ത് സിങ്ക് ടു പ്രൊഡ്യൂസ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതിൻ്റെ പേരെന്താ? സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ആരെ പ്രൊഡ്യൂസ് ചെയ്തു? നമ്മൾ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഈ റിയാക്ഷൻ നോക്കി ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ക്ലോറിനെ, അല്ലേ, ക്ലോറിൻ കണ്ടല്ലോ, ഈ ഹൈഡ്രജൻ എന്താ ചെയ്യുന്നത്? ഈ സിങ്ക് പോയിട്ട് റീപ്ലേസ് ചെയ്യുക. ഹൈഡ്രജനോട് പറയാൻ മാറും, എനിക്കവിടെ നിൽക്കണം, അല്ലേ? സിങ്ക് റീപ്ലേസിങ് ഹൈഡ്രജൻ ഫ്രം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ് സിങ്ക് ക്ലോറൈഡ്
ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ്. ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? സിങ്ക് ഇസ് റീപ്ലേസിങ് അല്ലെങ്കിൽ ഡിസ്പ്ലേസിങ്. എന്നിട്ട് ആരാ ചെയ്യുകയാണ്? അവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അത് അവിടെ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് സിങ്ക് ക്ലോറൈഡായിട്ടും ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുമാണ്. ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താ പറയുക ഇതിന്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ ആരാ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ. ആരാ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? സിങ്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, or we can call it as substitution reaction. Very important question ചോദിക്കാം. Substitution reaction, that is zinc replaces or displaces hydrogen from hydrochloric acid and produce zinc chloride, and this reaction is known as displacement reaction or substitution reaction. So what is displacement reaction or what is substitution reaction? If an element displaces another element from a compound, then that reaction is known as displacement reaction or substitution reaction. And example is zinc react with hydrochloric acid to give zinc chloride and hydrogen gas. In this reaction, zinc displaces hydrogen from hydrochloric acid to produce zinc chloride and hydrogen gas. പഠിച്ചല്ലോ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞേ ഈ ബേണിംഗ് മാച്ച് സ്റ്റിക്സ് കൊണ്ടുവന്നാൽ അതവിടെ കത്തിയിട്ട് എന്താ ചെയ്യുന്നത്? പോപ്പപ്പ് സൗണ്ടോട് കൂടി കത്തിപ്പോയിട്ട് കെട്ടുപോകുന്നു. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഈ ഹൈഡ്രജൻ, ദിസ് ഇസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എക്സോതെർമിക്? അതിന് എല്ലാവരും അറിയുന്ന റിയാക്ഷൻ, എന്നാലും അറിയാത്തവർക്ക് പറയാം എക്സോതെർമിക്. ഈ തെർം എന്ന് പറഞ്ഞാൽ തന്നെ ഹീറ്റാണ്. തെർമൽ എനർജി എന്നൊക്കെ പറയും. അപ്പോൾ തെർമിക് എന്ന് പറയുമ്പോൾ ഹീറ്റാണ്. എക്സോ എന്ന് പറയുമ്പോൾ പുറത്തേക്ക്. Exothermic reactions are those reactions in which heat energy is liberated. Liberated എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാർജ് എമൗണ്ട് ഓഫ് heat is liberated during this reaction. So zinc reacted with hydrochloric acid to give zinc chloride and hydrogen gas. അപ്പോൾ മാച്ച് സ്റ്റിക്ക് എന്തുകൊണ്ടാണ് കെട്ടുപോകുന്നതെന്ന് വിചാരിച്ചാൽ the hydrogen gas which is liberated during this reaction എന്ത് ചെയ്യും? starts to burn. പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും? കത്തും ഈ മാച്ച് സ്റ്റിക്കിൻ്റെ മുകളിലുള്ള ഫ്ലെയിമുമായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈ എമൗണ്ട് ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അങ്ങോട്ട് കെട്ടുപോകും. അപ്പം ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് റിയാക്ഷൻ ഫോർ ദിസ്. ആൻഡ് ഇവിടെ നമ്മൾ പഠിച്ചു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കി ഏതൊക്കെ എക്സാമ്പിൾസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താ നമ്മൾ പറഞ്ഞത്? അപ്പോൾ അതിനുള്ള കുറച്ചുകൂടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ദാറ്റ് ഇസ് മെഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കണ്ടോ? മെഗ്നീഷ്യം എന്ന് പറയുന്നത് മെറ്റലാണ്. മെറ്റൽ റിയാക്ട് വിത്ത് HCl ടു പ്രൊഡ്യൂസ് MgCl2 പ്ലസ് H2. ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ്. അപ്പോൾ ജനറലി മനസ്സ് പഠിച്ചു വെച്ചേക്കുക, മെറ്റൽ റിയാക്ട് വിത്ത് an acid to produce hydrogen gas. And this is an example for displacement reaction or substitution reaction. കണ്ടോ? സിങ്കും ഒരു മെറ്റലാണ്. സിങ്ക് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു പ്രൊഡ്യൂസ് zinc sulfate plus hydrogen gas. Magnesium plus HNO3. HNO3 പറഞ്ഞാൽ ഇതാ nitric acid to produce magnesium nitrate and hydrogen gas. ഈ കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചേ പറ്റൂ. മെഗ്നീഷ്യം ക്ലോറൈഡ് മനസ്സിൽ വെച്ചേക്കുക. MgCl2, zinc sulfate ZnSO4. മെഗ്നീഷ്യം നൈട്രേറ്റ് ശ്രദ്ധിക്കണം, MgNO3 ട്വൈസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഡിസ്പ്ലേസ് ചെയ്യുന്ന ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഹൈഡ്രജൻ ആര് ഡിസ്പ്ലേസ് ചെയ്തു? മെഗ്നീഷ്യം. സിങ്കിൽ ഹൈഡ്രജൻ ആര് ഡിസ്പ്ലേസ് ചെയ്തു? സിങ്ക് പ്ലസ് സിങ്ക് ഈ H2SO4 ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. മെഗ്നീഷ്യം എന്താ ചെയ്തതാ? മെഗ്നീഷ്യം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് മെഗ്നീഷ്യം നൈട്രേറ്റ് ഫോം ചെയ്തു. കണ്ടോ? ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്. ഇനി അല്ലാത്ത റിയാക്ഷൻസും ഉണ്ട് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിക്കാനുള്ള. നോക്കി നോക്കി ഏതൊക്കെ എക്സാമ്പിൾ എന്ന്. അപ്പോൾ ഇതാ ഇവിടെ അടുത്ത കുറച്ച് റിയാക്ഷൻസ് ആണ്. ദാറ്റ് ഇസ് സിങ്ക് റിയാക്ട് വിത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതായത് സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ കിട്ടും. കണ്ടോ? ആരാ റീപ്ലേസ് ചെയ്യുന്നത്? സിങ്ക് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ എന്താക്കുക ചെയ്യുന്നത്? സിങ്ക് സൾഫേറ്റ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് അല്ലേ? ഒരു മെറ്റൽ വേറൊരു മെറ്റലിനെ
അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് മെറ്റൽ എന്ന് പറയുന്ന എലിമെൻറ്റ് ഡിസ്പ്ലേസസ് another element from its compound. This type of reaction is known as displacement reaction or substitution reaction. ഇനി ഇവിടെ നോക്കൂ NaBr. ഈ NaBr പ്ലസ് Cl2 Cl ഈ Brനെ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് NaCl ഉണ്ടാക്കുകയാണ്. ഈ CH4Cl2 ഒരു ഹൈഡ്രജന് ഒരു ക്ലോറിൻ ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കുന്നത് CH3Cl പ്ലസ് HCl. മനസ്സിലായോ? നമുക്ക് പ്രിപ്പറേഷനിൽ പഠിക്കാനുണ്ടായിരുന്നു, ഒറ്റ പ്രിപ്പറേഷനേ ഉള്ളൂ. ഇനി നമുക്ക് പോകാനുള്ളത് അവരുടെ പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസിൽ തന്നെ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് കെമിക്കൽ എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്ന റിയാക്ഷൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് നോക്കാം. ദാറ്റ് ഈസ് റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. പഠിക്കുന്ന എലിമെൻറ്റ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൗ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ. ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ. ഹൈഡ്രജന് ഓക്സിജനുമായിട്ട് ബേൺ ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ water is formed. Hydrogen burns with oxygen, burns in oxygen to form water. Water produces. It's an exothermic reaction. Exothermic reaction എന്ന് പറഞ്ഞാൽ പറഞ്ഞു high amount of heat is liberated. ഇനി water produce ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. When an electric spark is passed through hydrogen and oxygen. ഹൈഡ്രജൻ ഓക്സിജൻ ഗ്യാസിലൂടെ ഇലക്ട്രിക് സ്പാർക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊഡ്യൂസ് വാട്ടർ. ദാറ്റ് ഈസ് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കൂടെ ഉള്ളിലേക്ക് നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക്, അതായത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് വാട്ടർ. അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ? H2 പ്ലസ് O2 gives H2O പ്ലസ് ഹീറ്റ്. ഹീറ്റ് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് ലിബറേറ്റഡ് ബിക്കോസ് ദിസ് ഇസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. H2 പ്ലസ് O2 നോക്കി നോക്കുക, ഇവിടെ ബാലൻസ് ചെയ്യണം. കാരണം ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഇവിടെയും 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര 2 ഓക്സിജൻ ഉണ്ട്. വി ഹാവ് ഓൺലി 1 ഓക്സിജൻ. ടു ബാലൻസ് ഇറ്റ് വി ഹാവ് ടു പുട്ട് ഹിയർ 2. അപ്പോൾ ഇവിടെ 2 ഇട്ട സമയത്ത് ഇതിന് ഓക്സിജൻ ബാലൻസ് ആയെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ എന്ത് പറ്റി? ഈ ബാലൻസ് 4 ആണ്, ഇവിടെ 2 ഉള്ളൂ. ഇൻ ഓർഡർ ടു ബാലൻസ് ദിസ് വി ഹാവ് ടു പുട്ട് ഹിയർ 2. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വി ഹാവ് ഓൾറെഡി ഡൺ എ വീഡിയോ ഓൺ ബാലൻസിങ് ദ ഇക്വേഷൻ. സോ 2H2 പ്ലസ് O2 gives 2H2O പ്ലസ് ഹീറ്റ്. സോ ഹൗ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് വാട്ടർ. അതായത് ഹൈഡ്രജൻ ബേൺസ് വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ഓക്സിജൻ and it's an exothermic reaction. When an electric spark or electric spark is passed through hydrogen and oxygen, water is produced, and this is an exothermic reaction. ഇനി ഈ ഒരു റിയാക്ഷൻ നോക്കൂ, ഇവിടെ എന്താണ് നടക്കുന്നത്? ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു എലിമെൻറ്റും ഓക്സിജൻ എന്ന് പറഞ്ഞൊരു എലിമെൻറ്റും റിയാക്ട് ചെയ്തിട്ട്, അതായത് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരാളെ കൊണ്ടുവന്നു അല്ലേ? H2O. ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരാളെ കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നും പറയും. ദിസ് റിയാക്ഷൻ ഇസ് ഓൾസോ നോൺ ആസ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇവിടെ എന്താ പറയുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ. സോ വാട്ട് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ? 2 elements or 1 or more elements combine together to form a new compound. Then that type of reaction is known as combination reaction. Example, H2 plus O2 gives 2H2O. This is an example for combination reaction. കുറച്ചുകൂടി എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. കോമ്പിനേഷൻ റിയാക്ഷന് സം എക്സാമ്പിൾസ് ആണ്. N2 plus H2 gives NH3. N2 plus 3H2 gives 2NH3. ബാലൻസിങ് പറയുന്നില്ലേ? N2 ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗിവ്സ് അമോണിയ. 2 എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു എലിമെൻറ്റിനെ കൊണ്ടുവരിക, അതായത് കമ്പൈൻ ചെയ്ത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 നൈട്രജൻ ഉണ്ട്. അപ്പോൾ 2 നൈട്രജനെ ബാലൻസ് ഐ പുട്ട് ഹിയർ 2. അപ്പോൾ എന്താ ഇവിടെ എത്ര ഉണ്ട്? 6 ആയി അല്ലേ? ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്, 2 നൈട്രജൻ ബാലൻസ് ആയി 6 ഹൈഡ്രജൻ ഉണ്ട്. ഈ 6 ഹൈഡ്രജനെ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2നോട് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 ആയി. അപ്പോൾ N2 plus 3H2 gives 2NH3. Next example is Mg plus O2 gives MgO. 2Mg plus O2 gives
2NGO. This is another example. Then H2 plus S gives H2S. കണ്ടോ, ഹൈഡ്രജനും സൾഫറും കമ്പൈൻ ചെയ്തപ്പോൾ H2S, ഹൈഡ്രജൻ സൾഫൈഡ് കിട്ടി. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇവിടെയും കാണാം കാൽഷ്യം ഓക്സൈഡും വാട്ടർ മോളിക്യൂൾസും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ റിയാക്ഷൻസ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തപ്പോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു റിയാക്ഷൻ നമ്മൾ എന്ത് പറഞ്ഞു? കോമ്പിനേഷൻ റിയാക്ഷൻ. അതായത് രണ്ട് എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ടിനെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു. കാര്യം മനസ്സിലായല്ലോ? കോമ്പിനേഷൻ റിയാക്ഷനും റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓക്സിജൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ചോദിക്കാം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഓർ ദിസ് ആൻഡ് ദിസ് കോമ്പിനേഷൻ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്പ്ലേസ് ചെയ്യുക, വേർഡ് തന്നെ ഒരാളെ മാറ്റുകയാണ്, ഒരാളെ മാറ്റിയിട്ട് അവിടെ ഒരാൾ വരികയാണ്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ മനസ്സിൽ വരിക മെറ്റൽ റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഗിവ് മെറ്റാലിക് ക്ലോറൈഡ്സ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. എക്സാമ്പിൾ, zinc plus HCl gives zinc chloride plus hydrogen gas. അപ്പോൾ അടുത്തത് കോമ്പിനേഷൻ. മനസ്സിൽ അപ്പോൾ ക്ലിക്ക് ചെയ്യുക, കമ്പൈൻ ചെയ്യണം ആരോ രണ്ടാൾക്കാർ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ആലോചിക്കുക, H2 plus O2 gives H2O. അതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഏത് എഴുതാം? പിന്നെ അമോണിയൻ്റെ N2 plus H2 gives NH3. ബാലൻസിങ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതും കൂടെ പഠിച്ചിരിക്കുക. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ gives മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. അടുത്ത ഏതാ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഹൈഡ്രജൻ എന്ന് നോക്കി നോക്കുക. That is, hydrogen react with chlorine in the presence of sunlight to produce hydrogen chloride. നമുക്ക് നോക്കി നോക്കി എങ്ങനെയാണ് റിയാക്ഷൻ? H2 plus Cl2. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിരിക്കണം, this reaction take place in the presence of sunlight to produce hydrogen chloride to HCl. So hydrogen react with chlorine in presence of sunlight to produce hydrogen chloride. ഈ റിയാക്ഷൻ എന്തിനുള്ള എക്സാമ്പിളാണ്? ഒരു എലിമെൻറ്റും വേറെ എലിമെൻറ്റും കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു എലിമെൻ്റാണ് ഉണ്ടാക്കുന്നത്. സോ ആ റിയാക്ഷൻ്റെ പേരെന്താ? കോമ്പിനേഷൻ റിയാക്ഷൻ. സോ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് റിയാക്ഷൻ കണ്ടു കഴിഞ്ഞ് ചിന്തിക്കാൻ പറ്റണം. എല്ലാം കോമ്പിനേഷനും എല്ലാം ഡിസ്പ്ലേസ്മെൻറ്റും മാത്രമല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കോമ്പിനേഷൻ റിയാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? നോൺ മെറ്റൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എവിടെയൊക്കെ കാണുന്നു, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോൺ മെറ്റലാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞത് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്സ്, മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞ റിയാക്ഷൻ ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പറഞ്ഞു. അതിനുള്ള എക്സാമ്പിൾ പറഞ്ഞു. അതായത് മെറ്റൽ പ്ലസ് ആസിഡിൻ്റെ റിയാക്ഷൻസ് ഒക്കെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ്. അതിലൊന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓക്സിജൻ. അവിടെയും നമ്മളൊരു കോമ്പിനേഷൻ റിയാക്ഷനെ പറ്റി പറഞ്ഞു. പിന്നെ അടുത്തതാണ് റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. അതും നമ്മൾ കണ്ടു. അതും എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി. കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യൂസസ് ഓഫ് ഹൈഡ്രജനും പിന്നെ ഹൈഡ്രജൻ ആസ് എ ഫ്യൂൽ എന്നുള്ള പാട്ടുകൂടെ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.